കുടുംബം ഇവിടെയുണ്ട്, സാറ് സമാധാനമായിട്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ ലാസ്റ്റിൽ കണ്ടത്. യേശുദാസ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളൊരു ഹോട്ടലിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസിക അടുപ്പത്തിന് പരിധിയില്ലല്ലോ, ശാരീരിക അടുപ്പത്തിനല്ലേ പരിധിയുള്ളൂ, മാനസിക അടുപ്പം എവിടം വരെയും ആകാം. അങ്ങനെ പ്രമുഖരായിട്ടുള്ള അനേകം ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കഴിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവോ കാരുണ്യമോ ഒന്നുമല്ല. എപ്പോഴും ഐ മിസ് മൈ ഹസ്ബൻഡ് എൻ്റെ തലയിലെടുത്ത് എന്ത് ചെയ്യാനാണ്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിലെന്ന്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം സ്ത്രീകളെ അങ്ങനെ അധികം മുൻപോട്ട് വരാനോ അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2017 നേർക്കാഴ്ച പേപ്പറിൽ സെപ്റ്റംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ആർഷഭാരതത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണെന്ന്. പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നതേ, ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വരും സ്റ്റേറ്റ് ബോർഡും ഒക്കെ പാസ്സായ സ്ത്രീകൾ, നേഴ്സന്മാർ. അപ്പോൾ നാട്ടിലെ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റുമായിട്ടുള്ള ആൾക്കാരിങ്ങനെ അവർക്കുണ്ട്. അവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളാണ്. അന്നേരം അവർക്ക് പ്രായവും നോക്കണ്ട, സൗന്ദര്യവും ഒന്നും നോക്കണ്ട, ഇക്കരെ കടക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പാസ് വേണം. അതിന് വേണ്ടിയിട്ട് അവർ കല്യാണം കഴിക്കും, പിന്നെ ഇവിടെ വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തികം മെച്ചപ്പെടുമ്പോഴേ അവർക്ക് ആ ഭാര്യയോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നീട് അവർക്ക് സുഖമുള്ള കിടക്ക എടുത്ത് പോകുന്നു എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പണ്ടൊക്കെ പേപ്പറിൽ. ഇത് ഞാൻ ഒളിച്ചുകളിയൊന്നും പറയുന്ന കാര്യങ്ങളൊക്കെയല്ല. അങ്ങനെയാണ് ഇവിടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു റേച്ചലിനെയും ഒരു മിസ്സസ് മാത്യൂസിനെയും വേറെ ആരൊക്കെ കൊലപ്പെടുത്തിയ കഥകളും ഒക്കെ നമുക്കുണ്ടല്ലോ. ഇത് ഞാനിവിടെ വന്നിട്ട് 51 വർഷമായി. എന്നോടെല്ലാവരും പറയും എൻ്റെ ജീവചരിത്രം തന്നെ ഒരു മൂവി ആക്കണമെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാടും പറഞ്ഞാൽ തീരാത്ത കഥകൾ എനിക്ക് പറയാനുണ്ട്. എനിവേ എല്ലാം പിന്നെ ഞാൻ 37 വർഷമായിട്ട് സിംഗിൾ പേരൻ്റാണ്. എനിക്ക് 3 ആൺമക്കളാണ്. 11 PM to 7 AM ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പോലും എൻ്റെ മക്കളെ ഞാൻ ബസ്സിന് വിട്ടിട്ടില്ല. കാര്യം വേണ്ടാത്ത ലാംഗ്വേജ് പഠിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒന്നും വേണ്ട. ഞാൻ കൊണ്ടുവിടും. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ജോലിയിൽ ലേറ്റ് ആയിട്ടില്ല. ഇതൊക്കെയാണ് ദൈവം എനിക്ക് തന്ന ഗുണങ്ങൾ. അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ പഠിച്ചു. മൂത്തയാവൻ കല്യാണം കഴിച്ചു. അത് വാസ്തവത്തിൽ ഞാൻ ആ പെൺകുട്ടിയുടെ വീട് പോലും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നറിഞ്ഞു, മകനോട് പറഞ്ഞു. അയൽവക്കത്തുള്ള ഒരു വീട്ടിലെ വെച്ചാണ് കണ്ടത് കുട്ടിയെ. അങ്ങനെ 9ാം ദിവസം കല്യാണം. അവർ സുഖമായിട്ടിപ്പോൾ ഇവിടെ താമസിക്കുന്നു. 2 ആൺമക്കുട്ടികളുണ്ട്, ജസ്റ്റിനും മിത്രനും. അങ്ങനെ രണ്ടാമത്തെ മകൻ ബോബി. അവൻ വിവാഹ ജീവിതത്തിലൊന്നും വലിയ താല്പര്യമില്ല. ഒരിടത്ത് അടങ്ങി അങ്ങനെ പിടിച്ചു കെട്ടി ഡയപ്പറും ചേഞ്ച് ചെയ്തിരിക്കുന്ന അല്ല എൻ്റെ ജീവിതം. ഹി വാണ്ട്സ് ടു സീ ദ വേൾഡ്. ഇനി കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എന്നോട് പറഞ്ഞു, ഇനിയും പാകിസ്ഥാനും സിക്കിമും മാത്രമേ കാണാനുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബോബി, ഡോണ്ട് ഗോ ടു പാകിസ്ഥാൻ. ഓ, ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഐ ഡിഡ്ന്റ് ഹാവ് ടു ടെൽ യു വാട്ട് ഐ ആം ഡൂയിങ്. ബട്ട് ബോബി ഹാസ് എ ഗുഡ് ഹാർട്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ബോബിക്ക് 5ഓ 6ഓ പട്ടികളുണ്ട്. എവിടുന്ന പട്ടികളെ ഒന്നും അവൻ മേടിക്കുന്നതല്ല, ഈ വഴിയിൽ വാൻഡ്രർ നടക്കുന്ന ആരുമില്ലാത്ത പട്ടികളെ കൊണ്ടുവരുന്നു, അതുങ്ങളെ തീറ്റിപ്പോറ്റുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ മൂന്നാമത്തെ എവരിബഡി എഡ്യൂക്കേഷനിലും ജോലിയിലും എൻ്റെ 3 മക്കളും കുഴപ്പമില്ല. പിന്നെ മൂന്നാമത്തെ മകൻ ബ്രിട്ടീഷ് പെട്രോളിയത്തിലൊരു ഓഫീസറാണ്. ഹീ ഈസ് ഓൾസോ വെൽ. ഇതെല്ലാം ദൈവാനുഗ്രഹമാണ്. എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല. എല്ലാം ഞാൻ ആ പരാശക്തിയിൽ, ഈശ്വരനിൽ സമർപ്പിക്കുന്നു. ഒന്നിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു, ഇഫ് ദർ ഈസ് എ വിൽ, ദർ ഈസ് എ വേ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. യുവർ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്. അത്രയൊക്കെ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും അവസരം തന്നതിന് സെനിയോടെ എൻ്റെ മകനെന്ന നിലയിലും എല്ലാറ്റിലും അഗൈതമായ നന്ദി. എന്നെ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന സഹോദരങ്ങൾക്കും സമുദായ സ്നേഹികൾക്കും എൻ്റെ അഗൈതമായ നന്ദി ഒരിക്കൽ കൂടി പ്രദർശിപ്പിക്കും. നന്ദി, നമസ്കാരം.